ആകാശച്ചുഴിയിൽപ്പെട്ട് തകർന്നു വീണ ഒരു വിമാനം. ആമസോൺ വനത്തിന്റെ കൊടുംഭീകരതയിലേക്ക് വലിച്ചെറിയപ്പെട്ട 4 പിഞ്ചുകുട്ടികൾ. ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു നിന്ന 40 പകൽ രാത്രികൾ. കൊളംബിയൻ കാടുകളിൽ നടന്ന ഈ അത്ഭുതകരമായ അതിജീവനത്തിന്റെ കഥ കേവലം ഭാഗ്യം കൊണ്ട് സംഭവിച്ചതല്ല, മറിച്ച് ഒരമ്മയുടെ അവസാനത്തെ കരുതിവെപ്പും 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ അസാമാന്യമായ പോരാട്ടവീര്യവുമാണ്. 2023 മെയ് മാസം 1-ാം തീയതി പുലർച്ചെ സെസ്ന 206 എന്ന ചെറിയ വിമാനം കൊളംബിയയിലെ ആമസോൺ കാടുകൾക്ക് മുകളിലൂടെ പറക്കുകയായിരുന്നു. പെട്ടെന്നാണ് വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലായതായി പൈലറ്റ് സന്ദേശം നൽകുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. ആ വിമാനത്തിൽ 4 കുട്ടികളും അവരുടെ അമ്മയും പൈലറ്റും ഉൾപ്പെടെ 7 പേരാണുണ്ടായിരുന്നത്. ദിവസങ്ങൾക്ക് ശേഷം തിരച്ചിൽ സംഘം വിമാനം കണ്ടെത്തുമ്പോൾ കണ്ടത് ഭീകരമായ കാഴ്ചയായിരുന്നു. വിമാനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. പൈലറ്റും മറ്റ് 2 മുതിർന്നവരും മരിച്ചുകഴിഞ്ഞു. പക്ഷേ അവിടെയൊരു അത്ഭുതം ബാക്കിയുണ്ടായിരുന്നു. ആ വിമാനത്തിലുണ്ടായിരുന്ന 4 കുട്ടികൾ അവിടെയില്ലായിരുന്നു. അവിടെ നിന്നാണ് ലോകത്തെ ഞെട്ടിച്ച ഓപ്പറേഷൻ ഹോപ്പ് ആരംഭിക്കുന്നത്. 13 വയസ്സുകാരിയായ ലെസ്ലി, 9 വയസ്സുകാരൻ മ്യൂട്ടിയൂട്ടി, 4 വയസ്സുകാരൻ നോറിയൽ, പിന്നെ വെറും 11 മാസം മാത്രം പ്രായമുള്ള ക്രിസ്റ്റിൻ. ഈ 4 പേർ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച വനത്തിനുള്ളിൽ എവിടെയോ ഒറ്റപ്പെട്ടുപോയിരിക്കുന്നു. കനത്ത മഴയും വിഷപ്പാമ്പുകളും പുള്ളിപ്പുലികളും നിറഞ്ഞ ആമസോൺ. പകൽ സമയത്തുപോലും വെളിച്ചം കടക്കാത്ത ആ കൊടുങ്കാട്ടിൽ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ അതിജീവിക്കും എന്നതായിരുന്നു ലോകത്തിന്റെ ആശങ്ക. ദിവസങ്ങൾ കടന്നുപോയി. സൈന്യവും ഗോത്രവർഗക്കാരും ചേർന്ന് വനത്തിന്റെ ഓരോ ഇഞ്ചും പരിശോധിച്ചു. അവർക്ക് ചില സൂചനകൾ ലഭിച്ചു തുടങ്ങി. പാതി കഴിച്ച കാട്ടുപഴങ്ങൾ, മുടികെട്ടാൻ ഉപയോഗിക്കുന്ന റിബൺ, മണ്ണിൽ തെളിഞ്ഞ ചെറിയ കാൽപ്പാടുകൾ. ഇതിനിടയിൽ ഹെലികോപ്റ്ററിലൂടെ കുട്ടികളുടെ മുത്തശ്ശിയുടെ ശബ്ദം വനത്തിൽ മുഴുവൻ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ഒരിടത്ത് തന്നെ നിൽക്കൂ, ഞങ്ങൾ വരുന്നുണ്ട് എന്ന മുത്തശ്ശിയുടെ സന്ദേശം കാടുകളിൽ മുഴങ്ങി. പക്ഷേ കുട്ടികൾ നടന്നുകൊണ്ടേയിരുന്നു. ലെസ്ലി എന്ന 13കാരി അവിടെ വെറുമൊരു കുട്ടിയായിരുന്നില്ല, അവൾ തന്റെ സഹോദരങ്ങളുടെ കാവലാളായി മാറി. ഗോത്രവർഗ പാരമ്പര്യമുള്ള ആ കുട്ടിക്ക് ഏതു പഴം കഴിക്കണമെന്നും ഏതു വെള്ളം കുടിക്കണമെന്നും അറിയാമായിരുന്നു. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ അല്പം മാവും മുളകുപൊടിയും ഉപയോഗിച്ച് അവൾ തന്റെ സഹോദരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചു. 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് തോരാതെ പെയ്യുന്ന മഴയിലും തണുപ്പിലും അവൾ തന്റെ കൂടപ്പിറപ്പുകളെ നയിച്ചു. 40-ാം ദിവസം തിരച്ചിൽ സംഘം പ്രതീക്ഷ കൈവിട്ടു തുടങ്ങിയിരുന്നു. അപ്പോഴാണൊരു കുറ്റിക്കാടിനുള്ളിൽ നിന്ന് അവശരായ ആ കുട്ടികളെ അവർ കണ്ടെത്തുന്നത്. എല്ലും തോലുമായി ഒട്ടിയ രൂപം, സംസാരിക്കാൻ പോലുമാകാത്ത അവസ്ഥ. പക്ഷേ അവർ ജീവനോടെയുണ്ടായിരുന്നു. എനിക്ക് വിശക്കുന്നു എന്നായിരുന്നു ആ മൂത്ത പെൺകുട്ടി സൈനികരോട് പറഞ്ഞ ആദ്യ വാക്ക്. വിമാനം തകർന്നു വീണപ്പോൾ അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നും 4 ദിവസത്തിനു ശേഷം മരിക്കുന്നതിനു മുൻപ് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് അമ്മ തങ്ങളോട് പറഞ്ഞതായും ആ കുട്ടികൾ പിന്നീട് വെളിപ്പെടുത്തി. മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും പ്രകൃതിയോടുള്ള പോരാട്ടത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് ഈ കുട്ടികൾ. ഒന്നുമില്ലായ്മയിൽ നിന്ന് മരണം മുന്നിൽ കണ്ടിട്ടും തളരാതെ നിന്ന ആ 4 കുരുന്നുകൾ ഇന്ന് കൊളംബിയയുടെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ വീരനായകരാണ്. ആമസോണിന്റെ ആഴങ്ങളിൽ നിന്ന് അവർ തിരികെ വന്നത് വെറുമൊരു വാർത്തയാകാനല്ല, മറിച്ച് മരണമുറപ്പായ സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടരുത്